ഞങ്ങളാണെങ്കിൽ ഇന്ന് ഡബ്ലിനിൽ പോവാം കേട്ടോ. അക്ഷയുടെ ചേച്ചിമാരുടെ വീട്ടിലാണ് പോകുന്നത് കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട്സ് കൊണ്ടുപോയി വിടുക. അഭിത്തും തരുണും ഉണ്ട്. അക്ഷയ അവരോട് എന്തൊക്കെയൊക്കെയോ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെയൊക്കെയോ ഭാര്യമാരെക്കുറിച്ചൊക്കെ എന്തോ പറയുക, ഭർത്താക്കന്മാരെക്കുറിച്ച്. അപ്പോൾ ഞങ്ങൾ ഇതെൻ്റെ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഡയറക്റ്റ് ഗേറ്റിലോട്ടാണ് പോയത്, സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട്. ഇതേ ഞങ്ങൾ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര മണിക്കാണ് പോയെന്ന് ചോദിച്ചാൽ ഒരു 10:50 ഫ്ലൈറ്റിനും കണ്ടാണ് പോയത്. അതുകൊണ്ട് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഇതേ ഇരിക്കുന്ന അക്ഷയ ഏതാണ്ടൊക്കെ കോക്കറിയൊക്കെ കാണിക്കുന്നുണ്ട്. ഞങ്ങളത് ഡബ്ലിൻ എയർപോർട്ടിൽ എത്തി. ഇതാട്ടോ ഡബ്ലിൻ്റെ എയർപോർട്ട്. നല്ല രസമുണ്ട് എയർപോർട്ടൊക്കെ കാണാൻ വേണ്ടി. അവർ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ, ഇടിയപ്പവും പോർക്കറിയും. ഞാൻ അവിടുത്തെ ചേട്ടനോട് ചോദിക്കുക എങ്ങനെയുണ്ട് ഇടിയപ്പവും പോർക്കറി എന്നൊക്കെ. എന്താ പറയുന്നത്, മുട്ടക്കറി ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം വേറെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, രാത്രിയായിരുന്നു. ഇതാട്ടോ അക്ഷയുടെ ഒരു ചേച്ചി. ചേച്ചിയുടെ പേര് നിഷ എന്നാട്ടോ. ഇതാണ് മറ്റേ ചേച്ചി. ചേച്ചിയുടെ പേര് റിയ എന്നാണ്. ഒരു നിഷ ചേച്ചിയുടെ ഹസ്ബൻഡ് ആട്ടോ ഇത്. പുള്ളിക്കാരൻ ഇടിയപ്പമൊക്കെ കഴിച്ച് എൻ്റെ കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇച്ചിരി നല്ലതാണോ എന്ന് ഞാൻ ചോദിക്കുന്നൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് ഇടിയപ്പം എന്ന് പുള്ളിക്കാരൻ പറഞ്ഞാൽ കൊള്ളാമെന്നൊക്കെയാണ് പറയുന്നത്. എന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഇത്തിരി കോൺഷ്യസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ അപ്പോൾ ഞങ്ങൾ കുറേ ഫുഡുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നല്ല ഫുഡായിരുന്നു. ഇതാട്ടോ അവിടുത്തെ 2 കുട്ടിമണികൾ. പേര് യുവലും കിയഴയും എന്ന അവരുടെ പേര്. അവർക്ക് ഒരു പാവക്കുട്ടിയുണ്ട്, അതിൻ്റെ പേര് സ്നോയി എന്നാട്ടോ. സ്നോയിയാണ് അവരുടെ ഫേവറേറ്റ് ടോയ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവിടുന്ന് എന്നെ അവിടെ ചെന്നിട്ട് വരുമ്പം തൊട്ട് അവരുടെ കയ്യിൽ ഈ സ്നോയി എപ്പോഴും ഉണ്ട് കേട്ടോ. അവർ ഭയങ്കര നല്ല ക്യൂട്ടീസാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ എന്താ പറയുന്നത്, അവിടെ ഷോപ്പിങ്ങിനൊക്കെ പോയി പുറത്ത്. പിന്നെ അവിടുത്തെ ഇതുണ്ട് ദുബായ് ഡോണറ്റ് ആട്ടോ. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് കഴിക്കാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അവസരം കിട്ടിയ ഈ ഒരു ഡോണറ്റ് നിങ്ങൾ കഴിച്ചോളൂ. ഞാൻ കേരോട് ചോദിക്കുക, ഞങ്ങൾ ഏലൂന്ന് വിളിക്കുക ഇവിടെ, ഏലൂന്നാട്ടോ ഞങ്ങൾ വിളിക്കുന്നത് വീട്ടിൽ. പിന്നെ ഇതേ ചേച്ചി ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ സൈക്കിളൊക്കെ കയറാൻ വേണ്ടി പോയി കുട്ടികളോട് കഴിക്കാൻ. ഇത് ഏലു ആണെങ്കിൽ അക്ഷയനോട് ചോദിക്കുക എന്നെ മറ്റേ സ്പിൻ ചെയ്യാവോ എന്ന്. അക്ഷയാണെങ്കിൽ സ്പിൻ ചെയ്തായിരുന്നു. അപ്പം അക്ഷയ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പിൻ ചെയ്യുന്നത്. അതുകൊണ്ട് അവൾ പിന്നെയും ചോദിക്കായിരുന്നു. പിന്നെയും ഞങ്ങൾ പിറ്റേ ദിവസം ഷോപ്പിങ്ങിനൊക്കെ പോയി. മറ്റേ ബബിൾ ടീ കുടിച്ചു. ഇത് മാംഗോ ഫ്ലേവറാണ് കേട്ടോ. പിന്നെ കുറേ ഷോപ്പിങ്ങിന് പോയി. പിന്നെ അക്ഷയയുടെ തലയിൽ തുത്ത് കെട്ടി കൊടുക്കുക. ഭയങ്കര ക്യൂട്ടീസാണ് കേട്ടോ. അവർ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. അക്ഷയ തിരിച്ച് ഞങ്ങൾ എയർപോർട്ടിലെത്തി. അക്ഷയാണ് ഭയങ്കര വിഷമത്തിലായിരുന്നു. പിന്നെ തിരിച്ച് വരാൻ നേരത്ത് തിരിച്ച് വന്നിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി. പിന്നെ ഒരു സിനിമയ്ക്ക് പോയി. ഞങ്ങൾ ഡെവിൾ ബേണോ ഈവിൾ ബേണോ അങ്ങനെ കണ്ടു പറഞ്ഞൊരു ഇംഗ്ലീഷ് സിനിമ ഉണ്ടായിരുന്നു, അത് കാണാൻ വേണ്ടി പോയി. പിന്നെ തിരിച്ചു വന്നു. അത്രയേ ഉള്ളൂ. താങ്ക് യു.